ഇത് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ സംഭവിച്ച ഗതികേട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അധികാരം കിട്ടിയ പഞ്ചായത്ത് സ്വയംഭരണ സെൽഫ് സർക്കാർ ലോക്കൽ സർക്കാരാണ്. അതിന് 26 സ്ഥാപനങ്ങളുണ്ട്. ആ 26 സ്ഥാപനത്തിൽ 20 സ്ഥാപനങ്ങൾ പഞ്ചായത്തിന് വിട്ടതുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരുന്ന പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യവിലോപം കാണിച്ച സെക്രട്ടറി യഥാസമയം ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം നിയമവിരുദ്ധമായിട്ട് പേപ്പർ കൊടുത്ത് തള്ളിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സെക്രട്ടറിനെ അടിയന്തരമായിട്ട് സെക്രട്ടറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി എടുക്കണം. ചൊവ്വാഴ്ച ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ആ ബോർഡ് മീറ്റിംഗിൽ സെക്രട്ടറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും അതുപോലെ പിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും അതുപോലെ 22 മെമ്പർമാർ എന്തുകൊണ്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത മെമ്പർമാർ അധികാരം ജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഇന്ത്യൻ ഭരണഘടന പഞ്ചായത്ത് രാജിൻ്റെ ഭരണഘടന പ്രകാരം 191, 92, 93 പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ എൻ്റെ കർത്തവ്യം നീതിപൂർവ്വം പുലർത്തും, ഭീതിയോ ഭയാശങ്കയോ മമതയോ ഇതൊന്നും കാണിക്കാതെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാർ 8ാം വാർഡിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കണയിൽ ഈ 22 മെമ്പർമാർക്കും പങ്കിട്ട് കടപ്പാടുള്ളവരാണ്, ആത്മാർത്ഥമുള്ളവരാണെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് എനിക്ക് പറയാം. പഴയ ഒരു മെമ്പർ എന്നുള്ളത് ജനങ്ങൾ പഞ്ചായത്ത് രാജ് ആക്ട് എന്താ? ജനങ്ങൾക്കാണ് അധികാരം. ജനകീയാസൂത്രണം കൊടുത്ത് EMS കൊടുത്തപ്പോൾ നായനാർ കൊടുത്തപ്പോൾ അത് ജനങ്ങൾക്കാണ്. ജനങ്ങളെ പഞ്ചായത്ത് അയോഗ്യനാക്കാൻ വേണ്ടി കൊടുത്ത റിസൾട്ട് ഇലക്ഷൻ കമ്മീഷൻ തള്ളുമ്പോൾ ജനങ്ങളെ വിട്ടിയാക്കല്ലേ? ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ബോർഡ് എടുക്കുന്ന തീരുമാനം മുഴുവൻ നടപ്പിലെത്തേണ്ട അയാളാണ്. അയാൾ ഒരു തീരുമാനം സെക്രട്ടറിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോൾ നിയമാവലി പഠിക്കാതെ എന്തുകൊണ്ട് കൊടുത്തു? കൃത്യവിലോപലയാൾ കാണിച്ചത് അത് തെറ്റല്ലേ? അത് കൊടുത്ത് ഒരു പ്രാവശ്യം കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്തല്ലേ? എന്നിട്ട് 9ാം മാസം ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് ഇതുവരെ മറുപടി കൊടുത്തില്ല. അപ്പോൾ ഇതിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പങ്കുണ്ട്. 8ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് പറഞ്ഞ് ജനങ്ങളായിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 8ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റില്ല LDFൻ്റെ അജണ്ട. അപ്പോൾ ആ അജണ്ടയ്ക്ക് UDF എന്തിനു കൂട്ടുന്നു കൊടുത്തു? കോൺഗ്രസ് ജയിച്ചു കയറുന്ന വാർഡിൽ കോൺഗ്രസ് എന്തിനു കൂട്ടുന്നു കൊടുത്തു? പ്രവർത്തിച്ചില്ല. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. ഈ ദുരൂഹതയ്ക്കെതിരെ നടപടി വേണം. പഞ്ചായത്തിന് ആത്മാർത്ഥമുണ്ടെങ്കിൽ 22 മെമ്പർമാർ രാജിച്ചു പോകണം. പഞ്ചായത്ത് സെക്രട്ടറിനെ സർവീസ് ചൊവ്വാഴ്ച ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അത് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കും വേണം.